കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु के पवित्र नाम की महिमा हो। ദൈവവചനമായിട്ട് വീണ്ടും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് ഇടയാക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. प्रभु का धन्यवाद करते हैं कि प्रभु के वचन के साथ में एक बार और आपके सामने आने का मौका मिला। നാം നിരന്തരമായി ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. हम लगातार परमेश्वर के वचन का अध्ययन कर रहे हैं। കഴിഞ്ഞ എപ്പിസോഡിൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ചില പദവികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. पिछले एपिसोड में हमने विश्वासियों को मिलने वाले सौभाग्यों की बात की। മഹോപദ്രവത്തിന്റെ ഒടുവിലായിട്ട് ഹർമഹദോൻ യുദ്ധം നടക്കുമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അവിടെ നിർത്തുകയുണ്ടായി. और मैंने ये कह के समाप्त किया कि महाक्लेश के अंत में हर्मगिदोन नामक युद्ध होगा। എന്നാൽ അതിനു മുൻപ് ഈ മഹോപദ്രവകാല സമയത്ത് നടക്കുന്ന പലർക്കും വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയത്തിന്റെ ഒരു ആശയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. महाक्लेश के समय में और कई लोगों के मन में आज भी एक सवाल या निशान के तौर पर बने रहने वाली एक विषय के बारे में मैं आपको बताना चाहूँगा। പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വേശ്യ സ്ത്രീയെക്കുറിച്ചും അതിന്റെ ന്യായവിധിയെക്കുറിച്ചൊക്കെയാണെന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. और अब हम प्रकाशित वाक्य के 17वें अध्याय में वर्णित उस वेश्या स्त्री के बारे में और उसके बाद की घटनाओं के बारे में मैं आपको बताना चाहता हूँ। മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. वहाँ पे महान बाबुल का नाम लिखा गया है മഹാനഗരമായ ബാബിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. और महानगर बाबुल लिखा गया है। ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നതായിരിക്കും. और इसके बारे में भी सोचना हमारे लिए लाभदायक होगा। അതിന് ആധാരമായി വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ और प्रकाशित वाक्य 17 के 1 से 6 तक के पदों को जब हम पढ़ते हैं വെളിപ്പാട് 17-ലെ വേശ്യ സ്ത്രീയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. और प्रकाशित वाक्य 17 में हम उस वेश्या स्त्री को देख सकते हैं। സ്ത്രീ പെരുവെള്ളത്തിന്മേലും മൃഗത്തിന്മേലും ഇരിക്കുന്നവൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. और वहाँ पे लिखा हुआ है कि एक बड़े जल के ऊपर और एक जानवर पर जंतु पर बैठी हुई स्त्री है वो। ഭൂവാസികളെ മത്തരാക്കിയവൾ, और जिसने पूरे पृथ्वी वालों को मतवाला किया, വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചവൾ, पवित्रों का जिसने खून पिया, ലോക സാമ്രാജ്യത്തിന്റെ സമ്പത്തിനാൽ പൊതിയപ്പെട്ടവൾ, और दुनिया की संपत्ति से जो खुद को संपत्ति जिसने ओढ़ रखी थी, ധൂമ്രവസ്ത്രം ധരിച്ചവൾ, जिसने वो धूम्र वस्त्र पहना था। എന്നിങ്ങനെയല്ല ഈ വേശ്യ സ്ത്രീയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി കാണാൻ കഴിയുന്നു. इस प्रकार इस वेश्या स्त्री के बारे में हम देख सकते हैं। ഈ വേശ്യ സ്ത്രീ എന്നത് ये वेश्या स्त्री ലോകവ്യാപകമായുള്ള മഹദിയാം ബാബിലോന്യ മതവേശ്യ സഭയാണ് കാണിക്കുന്നത്. और ये पूरे संसार में व्याप्त बाबुल की या फिर धर्म की कलीसिया के तौर पर प्रचलित है। ഈ സ്ത്രീ വിശുദ്ധന്മാർക്കെതിരായി പ്രവർത്തിച്ച മതസംഘടനകളെയും കൂടെയാണ് കാണിക്കുന്നത്. और ये विश्वासियों के विरोध में काम करने वाले धार्मिक संगठनों की ओर इशारा करती है। അവർ ദൈവവചനം അനുസരിച്ച് ജീവിച്ച വിശുദ്ധന്മാരെ കൊന്നൊടുക്കിയവരും അത്രേ. और वे ऐसे लोग हैं जिन्होंने वचन के अनुसार जीने वालों को मार डाला था। ഈ സ്ത്രീയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ इस स्त्री के बारे में जब हम सोचते हैं, ഈ സ്ത്രീ ഇരിക്കുന്നത് വെള്ളങ്ങൾക്ക് മുകളിൽ എന്നാണ്. ये स्त्री बड़े जल के ऊपर बैठी है। അതിനർത്ഥം ഈ പ്രതിനിധിയായ സഭ രാജ്യങ്ങളുടെയും ഭാഷക്കാരുടെയും ജനത്തിന്റെ മേൽ അധികാരമുള്ളവൾ അത്രയെന്ന് വെളിപ്പാട് പുസ്തകം 17-15 വായിക്കുന്നു. तो प्रकाशित वाक्य 17 के 15 में यह स्पष्ट है कि वो राज्यों के ऊपर, देशों के ऊपर वो एक अधिकार जताए हुए बैठी है। 17 വെളിപ്പാട് 17-ന്റെ 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് प्रकाशित वाक्य 17 के 1 और 2 में हम पढ़ते हैं, ലോക രാജാക്കന്മാർ ഈ സ്ത്രീയുമായിട്ട് വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. दुनिया के राजा सम्राट इस स्त्री के साथ में व्यभिचार करते हैं। അതിന്റെ അർത്ഥം ഇതാണ്, उसका मतलब ये है ഭരണകർത്താക്കളുടെയും രാഷ്ട്രീയക്കാരുടെയും സഹായത്താൽ വളർന്നു വന്ന ഈ സഭ അവർ നിമിത്തം മലിനമായി തീരുന്നു എന്നുള്ളതാണ്. और राष्ट्रीय तौर पर देखा जाए, राजनीतिक तौर पे देखा जाए, उनके मेल के साथ में बढ़ी हुई ये कलीसिया मलिन है, गंदगी से भरी है। ഈ മതവേശ്യ സഭ ये धार्मिक वेश्यावृत्ति में लिप्त कलीसिया, അതായത് അവസാന നാളുകളില് अंत के दिनों में അഥവാ സഭ ഇവിടുന്ന് കർത്താവിന്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെടുന്നതോടുകൂടെ परमेश्वर की कलीसिया के यहाँ से उठा लिए जाने के बाद ഒരുപക്ഷേ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ദൈവമില്ലാത്ത മേൽപ്പറഞ്ഞ ജനസമൂഹത്തെ കൊണ്ട് ഈ കൂട്ടായ്മ ക്രമീകരിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. ऐसी संभावना को भी हम नकार नहीं सकते हैं कि परमेश्वर रहित एक संगठन जिसे वर्ल्ड काउंसिल ऑफ चर्चेस भी कहा जा सकता है का निर्माण हो सकता है. കൂടാതെ വ്യഭിചാര വീഞ്ഞിനാൽ സമൂഹത്തിലെ സകല ജനത്തെയും
അവൾ അധർമ്മത്തിലേക്ക് നയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. और इतना ही नहीं है, उसने ये भी लिखा हुआ है कि व्यभिचार नामक उस मतवाले दाक मधु के द्वारा वो कईयों को भटका रही है। വേദപുസ്തകത്തിൽ പുളിച്ച വീഞ്ഞിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദുരുപദേശമാണ്. पवित्र शास्त्र में जहां पर भी खमीर के बारे में लिखा है वो बुरे झूठे उपदेश को दिखाता है അതിനെ ബൈബിൾ അംഗീകരിക്കുന്നില്ല. और उनको बाइबल अंगीकार नहीं करती। ഇവർ പാരമ്പര്യത്തിൽ ആശ്രയിക്കുന്ന കൂട്ടരാണ്. ये सारे लोग परंपराओं पर, रिवाजों पर विश्वास रखते हैं। വെളിപ്പാട് 17:4 പറഞ്ഞിരിക്കുന്നത് प्रकाशित वाक्य 17 के 4 में लिखा है വ്യഭിചാരികളുടെ മാതാവും वो जो व्यभिचारियों की माँ है മ്ലേച്ഛതയുമായ ഈ സ്ത്രീ और खुद गंध जो मलिन है वो स्त्री ഭൂമി മുഴുവനും അവളുടെ വീഞ്ഞിനാൽ അശുദ്ധമാക്കുന്നവളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. पूरी पृथ्वी को अपने दाख मधु से अशुद्ध कर रही അതിന്റെ है। അർത്ഥം उसका मतलब ഇവളുടെ ഈ മതവേശ്യ സഭയുടെ ദുരുപദേശ ലഹരിക്ക് അടിമകളായ ജനം തങ്ങൾക്ക് ചുറ്റും എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ ദുരുപദേശങ്ങളെ വിശ്വസിച്ച് ആചരിക്കുന്നു എന്നർത്ഥം. धार्मिक वेश्या इस नामक इस कलीसिया के द्वारा वशीभूत किए जाने के बाद में लोगों को ये पता तक नहीं चलता है कि झूठे उपदेश किस प्रकार उनको भटका रहे हैं और वो अनजाने में कामों को करते जा रहे हैं। കാരണം ഇതിന്റെ പരിണിത ഫലത്തെക്കുറിച്ച് അറിവില്ലാതെ അവർ അതിൽ തന്നെ തുടരുകയാണ്. क्योंकि वो लोग इसके दुष्परिणामों को जाने बगैर इसे करने में लिप्त हैं। ഈ ഭാഗം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ये भाग हमें चेतावनी देते हैं ക്രിസ്തീയ അടിസ്ഥാന വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് നന്നായി അറിവുള്ളവരായി നാം ഇരിക്കണമെന്നുള്ളതാണ്. और ये बताता है कि हमें मसीही सिद्धांतों के बारे में, उपदेशों के बारे में सही जानकारी का होना बहुत जरूरी है। ഏതെങ്കിലും ഒരു സഭയെയോ किसी एक कलीसिया को അതിന്റെ ഉപദേശത്തെ സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് या फिर उसके उपदेश को स्वीकार करने का पैमाना നമ്മുടെ പിതാക്കന്മാർ അതിൽ വിശ്വസിച്ചു അവിടെ ആരാധിച്ചു എന്നിങ്ങനെയുള്ള ലാഘവ ബുദ്ധിയോടുകൂടെ ഒരിക്കലും ആകാൻ പാടില്ല. हम केवल इस एक बिना गंभीर सी बात की मेरे पूर्व पिता भी वहीं थे कहकर हम जरूरी नहीं कि हम भी उसी कामों को किया करें। അങ്ങനെയുള്ള ചിന്താഗതി അർത്ഥശൂന്യമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. बाइबल कहती है कि ऐसे विचार निरर्थक हैं, व्यर्थ हैं। ആമേൻ. ലോകം വിശ്വസിക്കുന്നതിന്റെ പിന്നാലെ നാമും പോകുന്നു എന്നത് മതിയായ തെളിവല്ല. और जो दुनिया विश्वास करती है उसी के पीछे यदि हम चलते हैं तो वो किसी भी काम को करने का सही सबूत नहीं है। നാം എന്ത് വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തപ്പെടണം. हम जो विश्वास करते हैं, जैसे विश्वास करते हैं, उसे बाइबल के आधार पर नापा जाना जरूरी है। ഈ കണ്ടെത്തൽ നമുക്ക് ആവശ്യമാണ്. ये सारे आविष्कार या खोजें हमारे लिए अच्छी हैं। അത് വേദനാജനകമാണെന്ന് തോന്നിയാലും വേദനയില്ലാതെ വളർച്ചയില്ല എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. और ये बातें हमको दर्दपूर्ण लग सकती हैं, लेकिन बिना दर्द के छुटकारा नहीं संभव है। അപ്പോൾ ആ കാര്യം 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വേശ്യ എന്ന് പറയുന്ന സഭയെക്കുറിച്ചാണുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. तो मैंने यहाँ पर 17वें अध्याय में जिसका उल्लेख किया गया है वो धार्मिक वेश्या नामक उस कलीसिया के बारे में है। കർത്താവിന്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ प्रभु की कलीसिया के यहाँ से उठा लिए जाने के बाद ഇവിടുത്തെ മതസംഘടനകളെല്ലാം കൂടെ ചേർന്ന് यहाँ के सारे धार्मिक संगठन मिलकर ആമേൻ എതിർ ക്രിസ്തുവിന് സപ്പോർട്ട് കൊടുത്ത് मसीह विरोधी का समर्थन देकर മുൻപോട്ട് പോകുന്നതായിരിക്കും. आगे जाएंगे। പ്രൈസ് ദി ലോർഡ്. हालेलुया। രണ്ടാമത്തത് 18-ാം വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ 1 മുതൽ 7 വരെ കാണുന്ന ഭാഗത്ത് दूसरा प्रकाशित वाक्य 18 का 1 से 7 में हम इस प्रकार देख അവിടെ सकते हैं। മഹദിയ ബാബിലോന്യ മഹാനഗരത്തിനുള്ള ന്യായവിധിയാണ് കാണുന്നത്. वहां पे महान बाबुल महानगर के विरोध में एक न्याय को देख सकते हैं। അതായത് ബാബിലോന്യ മതവേശ്യയുടെ ന്യായവിധി അവിടെ പറഞ്ഞിട്ടുണ്ട്, 17-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 17वें अध्याय के अंदर बाबुल ही की उस बड़ी महावेश्या के न्याय के बारे में लिखा है। ആദ്യം എതിർ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുമെങ്കിലും वो पहल वो मसीह विरोधी के साथ में होगा। എതിർ ക്രിസ്തു അവളെ തള്ളി താഴെ ഇടുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. लेकिन कुछ दिनों के बाद में मसीह विरोधी इसको नीचे गिरा देगा। അവിടെ ആ മതവേശ്യയുടെ ന്യായവിധി അവിടെ പറഞ്ഞിട്ടുണ്ട്. और वहां पे उसी धार्मिक वेश्या का दंड वो 17वें अध्याय में लिखा है। എന്നാൽ 18-ാം അധ്യായത്തിൽ ബാബിലോന്യ മഹാനഗരത്തിന്മേലുള്ള ന്യായവിധിയാണ് പറഞ്ഞിരിക്കുന്നത്. लेकिन 18वें अध्याय में बाबुल नामक महानगर पर होने वाले न्याय के बारे में लिखा ഇത് है। രണ്ടും രണ്ടാണ്. ये दोनों दंड न्याय अलग है।
ഇത് ഒരു പ്രത്യേക നഗരത്തിനുള്ള ന്യായവിധിയാണ്. ये एक विशेष नगर के ऊपर आने वाली सजा है. ബാബിലോന്യ നഗരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ बाबुल नगर के बारे में जब हम बात करते हैं വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ और उत्पत्ति की किताब 10वां अध्याय 8 से 10 तक के जब पदों को पढ़ते हैं ബാബിലോൺ എന്നുള്ളതായ ഒരു പട്ടണം നിമ്രോദിനാലാണ് അത് നിർമ്മിതമായെന്ന് നമുക്ക് കാണാൻ കഴിയും. हम देख सकते हैं कि बाबुल नामक शहर को निम्रोद ने बनाया था. അതായത് ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായ നിലപാടെടുത്തതിനാൽ पर- ദൈവത്താൽ ഭാഷ കലക്കി കളഞ്ഞ സ്ഥലമാണ് ബാബേൽ. और हमें पता है कि परमेश्वर की बातों के खिलाफ जाने की वजह से वहां पर उस नगर का नाम बाबुल रखा गया. തന്നെയുമല്ല അനേക ജാതീയ ആരാധനയുടെ തുടക്കം കൂടിയാണ് ബാബിലോൺ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. और कई प्रकार की अन्य जातीय आराधनाओं का एक आराधनाओं को शुरू करने की जगह भी रही है बाबुल. പ്രത്യേകാൽ സൂര്യദേവന്റെ ആരാധനയൊക്കെ അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. खासतौर पे सूर्य देवता जैसी आराधनाएं उपासनाएं वहीं से शुरू हुई हैं. വേദപുസ്തക വെളിച്ചത്തില് पवित्र शास्त्र बाइबल के आधार पर മഹോപദ്രവത്തിന്റെ ആ നാളുകളില് महाक्लेश के दिनों में ബാബിലോൺ ലോകരാജ്യങ്ങളെ ഭരിക്കുന്നതായിരിക്കും. ये बाबुल दुनिया के राष्ट्रों पर राज करेगा. അവർക്ക് ഭരണതന്ത്രജ്ഞന്മാർ ഉണ്ടായിരിക്കും. उनके खुद के शासनकर्ता होंगे സ്റ്റോക്ക് മാർക്കറ്റ് ബാബിലോണിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്നതാണ്. और पूरा स्टॉक मार्केट बेबीलोन नियंत्रित रखेगा. അതുപോലെ തന്നെ ലോകരാജ്യങ്ങളുടെ ക്രമരീതികളെല്ലാം ബാബിലോൺ കൽപ്പിക്കുന്നത് പോലെയായിരിക്കും. और दुनिया में जो भी होना होगा बाबुल की आज्ञानुसार होगा. ഇവിടെ എല്ലാം തലസ്ഥാനം ഏതെങ്കിലും ഒരു പ്രധാന പട്ടണമായിരിക്കാം. और इन सबों की राजधानी कोई एक मुख्य नगर होगा. ഒരു പക്ഷേ ആ പഴയ ബാബിലോൺ പുതുക്കി പണിയുന്നതുമായിരിക്കാം. और शायद प्राचीन बाबुल को दोबारा नया भी बनाया जा सकता है. ആമേൻ. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തില് लेकिन प्रकाशित वाक्य 18 में ഈ ബാബിലോണിന്റെ ഈ നഗരത്തിന്റെ മേൽ വരുന്ന ന്യായവിധിയെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. बाबुल नामक इस नगर पर आने वाले न्याय के बारे में लिखा है. അധികാരസ്ഥനായ നമ്മുടെ കർത്താവ് और हमारा न्यायाधीश प्रभु പ്രകാരമുള്ള ലോകത്തിലെ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥകളെല്ലാം തച്ചുടയ്ക്കുമെന്നാണ് വചനം പറയുന്നത്. और वचन कहता है कि अधिकार पाए हुए यीशु मसीह इस प्रकार के दुनियाई हर प्रकार के अर्थव्यवस्था के हो राष्ट्रीय हो तंत्रों को तहस नहस कर देगा. 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ന്യായവിധിയെ കുറിച്ച് പഠിക്കുമ്പോൾ और 18वें अध्याय में लिखे हुए न्याय के बारे में जब हम पढ़ते हैं എന്നാൽ ഏതെങ്കിലും ഇന്നുള്ള ആറ്റം പോലെയുള്ള ഏതെങ്കിലും ശക്തിയേറിയ ഘടകങ്ങളുടെ ഉപയോഗത്താൽ ഈ മഹാനഗരം പൂർണ്ണമായി നശിപ്പിക്കപ്പെടും എന്ന് നമുക്ക് അനുമാനിക്കാം. किसी भी अणु नामक इस बड़ी किसी भी शक्ति का प्रयोग कर रसायन का उपयोग कर पूरे नगर को तहस नहस कर दिया जाएगा. അടുത്തതായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ വിഷയമാണ് അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനായിട്ട് और ആഗ്രഹിക്കുന്നു. उसके आगे पहले कहे गए विषय में थोड़ी और बातें जोड़कर मैं आगे बताना चाहता അതായത് हूं. ബാബിലോൺ മഹാനഗരത്തിന്റെ കഴിഞ്ഞ ശേഷം നടക്കുന്ന സംഭവം. बाबुल के महानगर के बाद में होने वाली घटनाएं मैं आपको बताता ഒന്നുകൂടെ हूं. പറഞ്ഞാൽ മഹോപദ്രവ കാലഘട്ടത്തിന്റെ ഒടുവിൽ നടക്കുന്ന യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. और या फिर यूं कहूं कि महाक्लेश के अंत में युद्ध होगा. उस युद्ध का नाम है हर्मगिदोन. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 13, 14, 16 വാക്യങ്ങളിൽ നമുക്കത് വ്യക്തമായി കാണാൻ കഴിയും. प्रकाशित वाक्य 16वें अध्याय के 13 और 16 में 13, 14, 16 में हम इसे पढ़ सकते हैं. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. वहां इस प्रकार पढ़ते हैं മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും कि उस बड़े अजगर के मुंह से മൃഗത്തിന്റെ വായിൽ നിന്നും उस जानवर के मुंह से കള്ളപ്രവാചകന്റെ വായിൽ നിന്നും झूठे भविष्यवक्ता के मुंह से തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. मैंने 3 दुष्ट आत्माओं को एक मेंढक के समान निकलते हुए देखा. സർവ്വഭൂതലത്തിലുമുള്ള ആ രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനായി കൂട്ടിച്ചേർപ്പാൻ और वो उस बड़े परमेश्वर के साथ में युद्ध करने के लिए पूरे राष्ट्रों के राजाओं को അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടും इकट्ठा करने के लिए चमत्कार करके അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ദുരാത്മാക്കൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. उनके पास में उन्हें वश में करने वाली दुष्ट आत्माएं हैं वो सब. ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. और उसके बाद में यूं लिखा है അവരെ എബ്രായ ഭാഷയിൽ ഹർമഹദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. और वो उनको इब्री भाषा में हरमगदोन नामक जगह पर इकट्ठा करते हैं. വെളിപ്പാട് പുസ്തകത്തിൽ 16 പറയുന്ന ഹർമഹദോൻ യുദ്ധം और प्रकाशित वाक्य 16 के 16 में जिस हरमगदोन के बारे में लिखा है അത് അതുപോലെ തന്നെ യെഹെസ്കേൽ പ്രവചനത്തിന് 36 പറയുന്ന ഗോഗ് മാഗോഗ് യുദ്ധം और यहेजकेल 36 में लिखे गए गोग मगोग का युद्ध
ആ യുദ്ധമല്ല ഈ യുദ്ധം. Praise the वो Lord. युद्ध नहीं है, ये हरमगदोन का युद्ध ചിലർ है। തെറ്റിദ്ധരിച്ച് ധരിക്കുന്നുണ്ട്. कुछ लोग इस गलत फहमी में पड़े हैं। അതുകൊണ്ട് ഹർമഗദോൻ യുദ്ധം വേറെ, ഗോഗ് മാഗോഗ് യുദ്ധം വേറെ. इसलिए मैं स्पष्ट कर दूं कि हरमगिदोन युद्ध अलग है और गोग मगोग युद्ध अलग है, കാരണം ഗോഗ് മാഗോഗ് യുദ്ധത്തില് क्योंकि गोग मगोग युद्ध में റഷ്യ വടക്ക് ഭാഗത്ത് നിന്നാണ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. हम देख सकते हैं कि रूस उत्तर की ओर से आता है, എന്നാൽ ഹർമഗദോൻ യുദ്ധത്തിനായിട്ട് വരുന്നത് लेकिन हरमगिदोन युद्ध के लिए സകല ലോകരാജ്യങ്ങളിലും വരുന്നതായിട്ടാണ് കാണുന്നത്. हम देख सकते हैं कि सभी राष्ट्रों से लोग राजा आ रहे हैं, എല്ലാ ദിശകളിൽ നിന്നും വരുമെന്ന് അർത്ഥം. पूरी दिशाओं से, सारी दिशाओं से लोग वहां पर आएंगे। ഈ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത് गोग मगोग का युद्ध, റഷ്യ ഇസ്രായേലിന്റെ സമ്പദ്ഘടനയെ പിടിച്ചടക്കാൻ ശ്രമിച്ചതാണ്. और उसमें उस युद्ध में रूस ने इसराइल की अर्थव्यवस्था को कब्जे में करने की कोशिश करी थी। എന്നാൽ ഈ യുദ്ധം എന്ന് പറയുന്നത് लेकिन ये युद्ध, അതായത് കുഞ്ഞാടിനോടും वो मेमने का യേശുവിനോടും തന്റെ ആൾക്കാരോടും നേരിട്ട് എതിർക്കുന്ന യുദ്ധമാണ്. और वो मेमने और उसके लोगों के साथ में सीधा विरोध कर किया जाने वाला युद्ध होगा। ഇത് വ്യത്യാസം എന്ന് പറയാനുള്ള മറ്റൊരു കാര്യം, ये दोनों को अलग बताने की एक और वजह, ഗോഗിനാൽ റഷ്യൻ യുദ്ധം നടക്കുമ്പോൾ गोग के द्वारा जब रूस का युद्ध होगा, ഹർമഗദോൻ യുദ്ധം എതിർ ക്രിസ്തുവിനാലാണ് നയിക്കപ്പെടുന്നത്. हरमगिदोन युद्ध मसीह विरोधी के नेतृत्व में होगा। ഹർമഗദോൻ യുദ്ധം മഹോദ്രവത്തിന്റെ ഒടുവിലായി നടക്കുന്ന സംഭവമാണ്. और हरमगिदोन इस बड़े क्लेश के अंत में होने वाली घटना है। യുദ്ധങ്ങളെ കുറിച്ച് ബൈബിളിലെ യുദ്ധങ്ങളെ കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ युद्ध में के बारे में यदि बाइबल में हम देखते हैं, ഈ യുദ്ധം ബൈബിളിൽ കാണുന്ന അവസാന യുദ്ധവും അല്ല. तो ये युद्ध भी बाइबल में दिखने वाला अंतिम युद्ध नहीं है। അവസാന യുദ്ധം എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് अंतिम युद्ध जिसके बारे में प्रभु बाइबल में लिखा है, യേശുവിന്റെ 1000 ആണ്ട് വാഴ്ചയുടെ കഴിഞ്ഞ ശേഷം സംഭവിക്കുന്നതാണ്. वो यीशु मसीह के 1000 साल के राज के बाद में होगा। അതിനെ അതായത് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നുണ്ട്. और उसे प्रकाशित वाक्य 20 के 7 से 9 में गोग मागोग युद्ध कहते हैं। അത് മറ്റൊരു ഗോഗ് മാഗോഗ് യുദ്ധമാണ്. और वो एक और गोग मागोग युद्ध है। അതാണ് ഏറ്റവും ഒടുവിലത്തെ യുദ്ധം എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു. और बाइबल कहती है कि वो सबसे अंत में लड़ा जाने वाला युद्ध है। ഇനി അല്പം കൂടെ ഈ ഹർമഗദോൻ യുദ്ധത്തെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. थोड़ा सा हरमगिदोन के बारे में मैं यदि आपको बताऊं, ഹർമഗദോൻ യുദ്ധം വടക്കൻ ഭാഗമായ മെഗ്ദോനിൽ നിന്ന് ആരംഭിക്കുമെന്ന് സെക്കറിയ പ്രവചനം 12:11 കാണും. और जकरिया 12 के 11 में हम देख सकते हैं कि हरमगिदोन का युद्ध है पूर्व में स्थित मगिदोन नामक जगह से शुरू होगा। അതിന്റെ ലൊക്കേഷൻ ഒന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും വിശദീകരിക്കുന്നത്. मैंने इतना इसलिए बताया जिससे कि हमें पता चले कि वास्तव में वो किस जगह पर स्थित है। അതിന്റെ തെക്കൻ ഭാഗം ഏദോമും और उसके दक्षिण में एदोम യഹോശാഫാത്ത് താഴ്വരയും ഉൾപ്പെടുന്നതാണെന്ന് വചനത്തിൽ കാണും. और यहोशापात तराई के इर्द गिर्द वो होगा। തന്നെയുമല്ല ഇതിന്റെ മധ്യഭാഗം, യുദ്ധത്തിന്റെ മധ്യഭാഗം യെരുശലേം കേന്ദ്രീകരിച്ചായിരിക്കുമെന്നും നമുക്ക് കാണാൻ കഴിയും. വചനം നമ്മെ പഠിപ്പിക്കും. और इतना ही नहीं, वचन हमें सिखाता है कि इसका जो मध्य भाग है वो यरूशलेम से संबंधित उसके इर्द गिर्द कहीं होगा। സെക്കറിയ പ്രവചനം 14-ന്റെ 1-2 വാക്യങ്ങൾ, जकरिया 14 का 1 और 2, ലൂക്കോസ് സുവിശേഷം 21-ന്റെ 22 വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. लूका 21 के 20 को जब हम पढ़ेंगे तो हमको पता चल जाएगा। ഈ യുദ്ധത്തിന്റെ പരിണത ഫലം എന്ന് പറയുന്നത് इस युद्ध का परिणाम അഥവാ ഒടുവിൽ വേദനാജനകമായ ഒരു സംഭവമായിരിക്കും. एक बहुत ही दर्दनाक घटना होगी അത് യെരുശലേമിന്റെ നാശമായിരിക്കും. और वो यरूशलेम का नाश होगा। യെരുശലേമിന്റെ നാശം സംഭവിക്കും. यरूशलेम नाश होगा। മഹോപദ്രവത്തിന്റെ ഒടുവിൽ നടക്കുന്ന ഹർമഗദോൻ യുദ്ധത്തോടുകൂടെ യെരുശലേമിന്റെ നാശം സംഭവിക്കും. और हरमगिदोन युद्ध के तुरंत बाद में यरूशलेम का नाश होगा। ആ സമയം ജീവിച്ചിരിക്കുന്ന ആ ഇസ്രായേൽ ജനം उस समय जो इसराइली वहां पर होंगे, തങ്ങളുടെ പൂർവികർ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത जिनको उनके पूर्वजों ने क्रूस पर चढ़ाया था, യേശു ക്രിസ്തുവിലേക്ക് നോക്കി രക്ഷയ്ക്കായി വിലപിക്കുമെന്ന് സെക്കറിയ പ്രവചനം 12-ന്റെ 10 പറഞ്ഞിരിക്കുന്നു. वो मसीह की ओर देखकर विलाप करेंगे। जकरिया 12 के 10 में इस प्रकार लिखा है। കാരണം ഈ യുദ്ധം ഇസ്രായേലിനെതിരായിട്ടുള്ള കൂടെ ഒരു യുദ്ധം കൂടെയാണ്. क्योंकि ये जो युद्ध है वो इसराइल के विरोध में किया जाने वाला युद्ध भी है തുടച്ചു മാറ്റാനുള്ളതായ തന്ത്രങ്ങളുമായിട്ട് എതിർ ക്രിസ്തു വന്ന ഒരു യുദ്ധമാണ്. और एक ऐसा युद्ध है जहां पर मसीह विरोधी अपनी चाल के साथ में इसराइल को खत्म करने के लिए लड़ता है। ആ സമയം അവർ കുത്തിയവങ്കിലേക്ക് നോക്കി നിലവിളിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. लेकिन बाइबल कहती है कि उस समय वो उन्हें जिसको उन्होंने भेदा था उसकी ओर देखकर विलाप करेंगे। പ്രിയമുള്ളവരെ, ഈ സമയമാണ് इस समय യേശു ക്രിസ്തുവിന്റെ പരസ്യ വരവ് നടക്കുന്നത്. यीशु मसीह का सार्वजनिक आगमन होगा। യേശു ക്രിസ്തു വെള്ള കുതിരപ്പുറത്ത് രക്തം ധരിച്ച് ഉടുപ്പ് ധരിച്ച് കയ്യിൽ ഇരുമ്പ് ചെങ്കലുമായി
യേശു ഇറങ്ങി വരുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. और उस समय परमेश्वर का वचन कहता है कि वो इस घोड़े सफेद घोड़े पर सवार होकर नीले पटुके के साथ में और लोह दंड के साथ वो नीचे उतर कर आएगा. ആമേൻ. സ്വർഗ്ഗത്തിലെ ദൂതന്മാർ വെള്ളക്കുതിരപ്പുറത്ത് യേശുവിനെ പിന്തുടരും. स्वर्ग के स्वर्गदूत सफेद घोड़ों पर यीशु के पीछे आएंगे അവനോടൊപ്പം വിശ്വാസികളായ എല്ലാവരും അവനെ പിന്തുടർന്ന് കൂടെ ഒപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരും. और उसके साथ में सभी विश्वासी उसी के साथ संग बनाकर नीचे उतर आएंगे. ആമേൻ. യേശു രാജാതി രാജാവും കർത്താതി കർത്താവും ആയിരിക്കും. यीशु राजाओं का राजा और प्रभुओं का प्रभु रहेगा. ബൈബിൾ പറയുന്നത് बाइबल कहती है ഒലിവുമലയിൽ യേശുവിന്റെ കാൽപാദം സ്പർശിക്കുമ്പോൾ और जैसे यीशु मसीह के चरण जैतून के पर्वत को छुएंगे അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും. वहां पे एक बहुत बड़ा भूकंप होगा. തൽഫലമായി ഒലിവുമല രണ്ടായി പിളർന്ന് വലിയൊരു താഴ്വര ഉണ്ടാകും. परिणाम स्वरूप वो जैतून पहाड़ फट जाएगा और एक बड़ी तराई वहां बन जाएगी. അവിടെ ആമേൻ എതിർ ക്രിസ്തുവിനെയും ഹർമഗദോനിൽ കൂടിയിരിക്കുന്ന ജാതീയ രാജാക്കന്മാരെയും യേശു പരാജയപ്പെടും. और वहां पर हरमगिदोन के द्वारा वहां पे मसीह विरोधी और उसकी पूरी सेना को नाश कर दिया സക്കറിയ जाएगा. പ്രവചനം 14:12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ जकरिया 14 का 12 और 13 जब हम पढ़ते हैं ഒരു മഹാപരാഭവം യെരുശലേമിനോട് യുദ്ധം ചെയ്യാൻ വന്നവരുടെ മേൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. और यहाँ पे लिखा है कि यरूशलेम से युद्ध करने वालों के ऊपर एक बहुत बड़ा भ्रामकपन फैल जाएगा. അവരുടെ സൈന്യങ്ങൾ തമ്മിൽ തമ്മിൽ കൊല്ലുകയും ചെയ്യുമെന്നാണ് അവിടെ और वहां पे രേഖപ്പെടുത്തിയിരിക്കുന്നത്. लिखा है कि सेनाएं आपस में एक दूसरे को मारने लग जाएंगी. പ്രിയമുള്ളവരെ, ആ ഹർമഹദോനിലെ അവസാന യുദ്ധത്തിൽ ഹർമഹദോനിലെ ഈ യുദ്ധത്തില് യേശു വിജയിക്കുന്നതാണ്. और वहां पे हरमगिदोन नामक उस युद्ध में यीशु विजयी होता है. ആമേൻ. എതിർ ക്രിസ്തു പരാജയപ്പെടും. वहां पे मसीह विरोधी पराजित होता है. കർത്താവാകുന്ന യേശു ക്രിസ്തു വെള്ളക്കുതിരപ്പുറത്ത് കയറി അവൻ പ്രത്യക്ഷപ്പെടും. प्रभु यीशु मसीह सफेद घोड़े पर सवार होकर प्रकट होता है. അതിനെക്കുറിച്ചുള്ള പിക്ചറുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ उसके കഴിയുന്നതാണ്. बारे में आप तस्वीरों को देख सकते हैं. പ്രൈസ് ദി ലോർഡ്. ആ ഒലിവുമല രണ്ടായി പിളർന്ന പിക്ചർ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. और आप वहां पे तस्वीर में देख सकते हैं कि कैसे जैतून पहाड़ दो भाग बंट जाता ഇതിനെ है. തുടർന്ന് മൃഗത്തെയും കള്ളപ്രവാചകനെ എന്നേക്കുമായി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് തള്ളിയിടുമെന്നാണ് വെളിപ്പാട് പുസ്തകം 19 അധ്യായം 20 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. और प्रकाशित वाक्य 19 के 20 में लिखा हुआ है कि उसके बाद में उस झूठे भविष्यद्वक्ता को, उस जानवर को हमेशा हमेशा के लिए गंधक और आग की झील में डाल दिया എന്ന് जाएगा. പറഞ്ഞാൽ വേദപുസ്തക പ്രകാരം പറഞ്ഞപ്പെട്ടിരിക്കുന്ന തീപ്പൊയ്ക ആമേ ഇവരെ ഇടുന്നതോടുകൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. और फिर पवित्र शास्त्र में लिखे गए उस आग की झील का उद्घाटन इनके डाले जाने से होगा. തന്നെ വേദപുസ്തകം തുടർന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. और उसके बाद में लिखा है മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ചു മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിൽ ജീവനോടെ തള്ളിക്കളയും. और यहाँ पे हम देख सकते हैं कि जानवर को और उसके सामने चमत्कार करने वाले हर एक व्यक्तियों को धोखे में डालने वाले उस जानवर को और उसकी मूरत को, झूठे भविष्यद्वक्ता को पकड़कर उस आग की झील में हमेशा हमेशा के लिए धकेल दिया जाएगा. തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് ആദ്യം തള്ളപ്പെടുന്നത് ഇവരെയാണെന്ന് ഗ്രഹിക്കാവുന്നതാണ്. तो ये बात समझिएगा कि सबसे पहले इस आग की झील में इनको डाला जाएगा. അതിനുശേഷം നടക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ और उसके बाद में വെളിപ്പാട് പുസ്തകം 20 അധ്യായം 1-2 വാക്യങ്ങളില് प्रकाशित वाक्य 20 के 1 और 2 में അതിനുശേഷം ദൈവദൂതൻ उसके बाद में स्वर्गदूत പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് അഗാധ കൂപത്തിൽ തള്ളിയിടുന്നതാണ്. और वहां पे शैतान को और उसके उस पुराने सांप को, बड़े अजगर को 1000 साल के लिए उस अथाह कुंड में डाल देता है. സാത്താനെ പിടിച്ച് ചങ്ങലക്കിടും. शैतान को जंजीर में बांध देंगे. അതിന്റെയൊക്കെ ചില പിക്ചറുകളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാനായിട്ട് കഴിയും. उसकी भी कुछ तस्वीरें आप यहाँ पे देख सकते हैं. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? उसके बाद में क्या होगा? അതിനുശേഷം യേശു തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. यीशु उसके बाद में अपने महिमा में सिंहासन पर बैठेगा. ഇതെല്ലാം ഈ കർത്താവിന്റെ പരസ്യ വരവോട് ചേർന്ന് നടക്കുന്ന സംഭവങ്ങളാണ്. ये सब यीशु मसीह के उस सार्वजनिक आगमन के साथ में होने वाली घटनाएं हैं. അത് രണ്ടാമത്തെ സിംഹാസനമാണ്. और वो दूसरा सिंहासन है. നമ്മൾ സിംഹാസനത്തെ കുറിച്ച് പ്രത്യേകം പേര് പറഞ്ഞിട്ടുള്ളത് നന്നായി മനസ്സിലാക്കണം. और सिंहासनों के बारे में अलग अलग नाम दिए गए हैं, उन्हें समझना जरूरी है. യേശുവിന്റെ സിംഹാസനം എന്നത് यीशु का सिंहासन കർത്താവിന്റെ സഭയ്ക്ക് പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. प्रभु की कलीसिया को प्रतिफल देने के लिए रखा जाएगा. ഇവിടെ തേജസ്സിന്റെ സിംഹാസനം
സിംഹാസനം എന്നുള്ളത് महिमा का सिंहासन ആമേൻ ജാതികളെ വിസ്തരിക്കാൻ വേണ്ടിയുള്ളതാണ്. जातियों का न्याय करने के लिए होगा। അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. वहाँ इस प्रकार लिखा है മത്തായി സുവിശേഷം 25 അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. और मत्ती 25 के 31 से 46 तक के पद। ഒരു ഇടയൻ കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുന്നത് പോലെ और जिस प्रकार भेड़ों को उन सारे भेड़ियों से अलग किया जाता है, സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടുകയും सभी जातियों को उसके सामने इकट्ठा അവരെ करेंगे ന്യായ വിധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. और उनका न्याय किया जाएगा। ആമേൻ. आमेन। അത് അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ एक और बात जब हम बड़े ध्यान से जब वहां पढ़ते കർത്താവ് हैं, ഇങ്ങനെ പറയുന്നുണ്ട്, प्रभु कहता है ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തിടത്തോളം कि छोटे से छोटों के लिए जो भी आपने किया, ആമേൻ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. आपने मेरे लिए किया, ആമേൻ. ചെയ്യാത്തിടത്തോളം और जब नहीं किया നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാതിരിക്കുന്നു. तो मेरे लिए भी आप नहीं करते। അങ്ങനെ വലത്തുള്ളവരോടും എടുത്തുള്ളവരോടും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ इस കഴിയും. प्रकार वो दाएं बाएं लोग खड़े लोगों को बताता है। ആരാണ് ഈ ചെറിയവൻ എന്ന് ഉദ്ദേശിക്കുന്നത്? यहाँ पर ये छोटे से छोटों में से छोटा कौन है? അത് എതിർ ക്രിസ്തുവിന്റെ പീഡയാൽ മഹോപദ്രവ കാലത്ത് ഓടിപ്പോകുന്ന ഇസ്രായേലിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. वो महाक्लेश के समय में उस क्लेश से बचने के लिए भागने वाले इसराइल को दिखाता അതാണ് है। അതിന്റെ അക്ഷരാർത്ഥം. उसका सही अर्थ वो വെളിപ്പാട് है। പുസ്തകം 12 അധ്യായം 6 വാക്യത്തിലാണ് നമുക്ക് അത് കാണാൻ കഴിയുന്നത്. प्रकाशित वाक्य 12 के 6 में हम उसे देख सकते हैं। കാരണം അവിടെ ഇസ്രായേലിനെ പീഡിപ്പിക്കുന്നതായിട്ട് നമുക്ക് അവിടെ മഹാസർപ്പം പീഡിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. और हम देख सकते हैं कि वो बड़ा अजगर किस प्रकार उनको वहां पर सताता है। അങ്ങനെ ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. और हम देख सकते हैं कि वो स्त्री जंगल की ओर दौड़ जाती पड़ती है। അങ്ങനെ ആ സമയത്ത് ഇസ്രായേലിനെ സഹായിച്ച രാഷ്ട്രങ്ങളുണ്ട്, और उस समय इसराइल की मदद करने वाले कई देश हैं, സഹായിക്കാത്ത രാഷ്ട്രങ്ങളുണ്ട്. और मदद नहीं करने वाले देश भी होंगे। ഏതൊക്കെ രാജ്യങ്ങളാണ് സഹായിച്ചത്, जिन जिन देशों ने मदद की ഏതൊക്കെ രാജ്യങ്ങളാണ് അവരെ സഹായിക്കാതിരുന്നത്, और जिन देशों ने उनकी मदद नहीं की, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ന്യായവിധി നടക്കുന്നത്. उसी के आधार पर उनका न्याय होगा। ഇസ്രായേലിനെ മഹാഉപദ്രവ കാലത്ത് സഹായിച്ചവരെ इसराइल के उस महाक्लेश के समय मदद करने वालों को, വലത്തു ഭാഗത്തുള്ള ചെമ്മരിയാടുകളെ പോലെയും और वो उनको दाहिने खड़े हुए भेड़ियों के समान, സഹായിക്കാത്തവരെ जो मदद नहीं कर सकते, ഇടത്തുള്ള കോലാടുകളെ പോലെയും और കണക്കാക്കും. उनको बाईं ओर खड़े मेढ़ों के समान बनाएंगे। വലത്തുള്ളവർക്ക് और जो दाईं ओर खड़े हैं, 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുവാൻ അനുവാദം ലഭിക്കുകയും ചെയ്യും. और दाईं ओर खड़े हुए लोगों को 1000 साल के उस राज में प्रवेश करने का मौका मिलेगा। ഇടതുഭാഗം പ്രതികരിക്കുന്ന വ്യക്തികൾക്കും രാജ്യങ്ങൾക്കും लेकिन बाईं तरफ खड़े हुए राज्यों को, देशों को നിത്യദണ്ഡനം നൽകുകയും ചെയ്യുമെന്ന് അവിടെ നിന്ന് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. अनंत दंड सजा दे दी जाएगी। എന്ന് പറഞ്ഞാൽ इसका मतलब മഹോപദ്രവ കാലത്ത് महाक्लेश के समय में ഇസ്രായേലിനോട് സിമ്പതി കാണിച്ച് അവരെ സഹായിച്ച രാഷ്ട്രങ്ങൾക്കായിരിക്കും ക്രിസ്തുവിന്റെ 1000 ആണ്ട് ഭരണകാലത്ത് പ്രവേശിക്കുവാൻ, ദൈവസഭയോട് ചേർന്ന് അവിടേക്ക് പ്രവേശിക്കുവാൻ, അല്ലെങ്കിൽ ഇസ്രായേലിനോട് ചേർന്ന് പ്രവേശിക്കുവാൻ അനുവാദം കൊടുക്കുന്നതെന്ന് കാണാം. महाक्लेश के समय में इसराइल के ऊपर दया दिखाने वाले राष्ट्रों को, लोगों को परमेश्वर मसीह की कलीसिया के साथ में 1000 वर्ष के राज में प्रवेश करने का मौका मिलेगा। ഇതോടുകൂടെ മഹോപദ്രവകാലം അവസാനിക്കുന്നതാണ്. और उसी के साथ महाक्लेश का समय समाप्त होता है। ആമേൻ. തുടർന്ന് കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയാണ്. और उसके बाद में प्रभु का 1000 साल का राज शुरू യേശു होता ക്രിസ്തു है। ലോകം മുഴുവൻ यीशु मसीह पूरी दुनिया में സമത്വ സുന്ദരമായ ഭരണം കൊണ്ടുവരും. एक बहुत ही सुंदर राज प्रस्तुत करेगा। കർത്താവാകുന്ന യേശു ക്രിസ്തു प्रभु यीशु मसीह രാജാതി രാജാവായി, राजादी राजा, കർത്താതി കർത്താവായി, प्रभुओं का प्रभु താൻ 1000 ആണ്ട് ഈ ഭൂമിയിൽ തന്റെ വാഴ്ച നടക്കുക, बनकर 1000 वर्ष तक इस पृथ्वी पर राज करेगा। യേശുവിന്റെ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പ്രവേശിക്കുന്നവർ यीशु के 1000 वर्ष के इस राज में प्रवेश करने वाले അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നാണ് മത്തായി 25:34 യേശു തന്നെ പറഞ്ഞത്. और मत्ती के 25 के 34 में यीशु ने कहा कि वो लोग धन्य हैं। പ്രൈസ് ദി ലോർഡ്. हालेलुया। ആകയാൽ നാം ഇതുവരെയും കേട്ടുകൊണ്ടിരിക്കുന്ന इसलिए अब तक हम जिसके बारे में सुन रहे हैं, ഉള്ളവരെ ആ മഹോപദ്രവ കാലങ്ങളിലേക്ക് കടന്നു പോകാതെ हम उन महाक्लेश के समयों में प्रवेश नहीं करने पाए, പ്രകാരമുള്ള വലിയ ബാധകളിലേക്ക് കടന്നു പോകാതെ इन प्रकार की बड़ी महामारियों में प्रवेश करने की बजाय, നമുക്ക് രക്ഷിക്കപ്പെടാനുള്ളതായ സുപ്രസാദ കാലം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. और हमारे बचने का, मुक्ति पाने का सही प्रसन्नता का वर्ष आज है। അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ വളരെ ഗൗരവമായി
ഉൾക്കൊള്ളുകയും इसलिए इस संदेश को बड़ी गंभीरता से समझें। നിങ്ങൾ ഇതുവരെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ और यदि आपने अभी तक यीशु मसीह को मुक्तिदाता नहीं माना है കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് तो यीशु को मुक्तिदाता मानकर തന്റെ സഭയെ ചേർക്കാൻ വരുന്ന യേശുവിന്റെ രഹസ്യപരനായി ഒരുങ്ങുവാൻ कलीसिया को लेने के लिए आने वाले यीशु मसीह के गुप्त आगमन के लिए तैयार होने ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് उन्हें होने का आह्वान देते हुए ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. मैं इस अध्ययन को यहाँ पे समाप्त करता हूँ। ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबों को बहुतायत से आशीष दे। വിശ്വാസികൾക്ക് ലഭിക്കുന്ന തുടർന്നുള്ള പദവികളെക്കുറിച്ച് विश्वासियों को मिलने वाले और सौभाग्यों के बारे में അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. अगले एपिसोडों में हम देखेंगे। God bless you all. प्रभु आपको आशीष दे। Amen.